സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ ബാധിക്കുന്ന ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അതും ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്ന ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്താണ് തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്ന ആരോപണം. സോഫ്റ്റ്വെയർ ദുരുപയോഗം ചെയ്തും വ്യാജ ലോഗിൻ ഉപയോഗിച്ചുമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ കൂട്ടത്തോടെ കോൺഗ്രസ് അനുഭാവികളെ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പട്ടികയിൽ നിന്ന് പുറത്തുപോയത് വോട്ടർമാർ അറിയുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമോ അതിന് 2 ദിവസം മുമ്പോ ആയിരിക്കും. ഇതോടെ അവരുടെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുകയാണ്. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലത്തിൽ 6850 പേരാണ് പുതുതായി ചേർത്തത്. ഇതിൽ പല പേരുകളിലും നമ്പറുകളിലും വ്യക്തതയില്ലാത്തതും ദുരൂഹതയുയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വം കാട്ടി രാജ്യഭരണം സ്വന്തമാക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർ മെഷീനിലും പട്ടികയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദഗതികൾ യാഥാർത്ഥ്യവുമായി ഒത്തുപോകാത്തതാണ്. പ്രതിപക്ഷ കക്ഷികൾ കമ്മീഷണർക്കെതിരെ വിയോജിപ്പോടെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണ്. സുപ്രീം കോടതി പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് അമർഷമുണ്ട്. മോദി അമിത്ഷാ കൂട്ടുകെട്ട് രാജ്യത്തെ വഞ്ചിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക തിരിമറി നടന്നിട്ടുണ്ട്. ഇതിനെതിരെ തുറന്ന അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. വ്യക്തിപ്രഭാവത്തിൽ ജയിച്ചു കയറിയെന്ന മോദിയുടെ വാദത്തെ ഈ വിവാദം മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വൻ പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ടു പോകാനാണ് സാധ്യത. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.